ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യം ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാകുന്നു അവിടെ നിന്ന് ആദ്യം പടിയിറക്കപ്പെടുന്നത് വിശ്വാസികൾ തന്നെ. അതുവരെ ഈ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി, ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി, ഖുർആനിക നിയമത്തിന് വേണ്ടി പോർവിളി മുഴക്കിയവർ, ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വച്ചവർ, ത്യജിച്ചവർ, ഒടുവിൽ ആ പടച്ചവന്റെ കിതാബും കയ്യിൽ പിടിച്ച് ആ പടച്ചോന്റെ നാമത്തിൽ ആ കസേരയിൽ ഒന്ന് അമർന്നിരുന്ന് പടച്ചോന്റെ നിയമം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അവിടെ നിന്നും എന്തുകൊണ്ടാണ് അഭയാർത്ഥികളായി കാക്കമാര് തന്നെ മാറുന്നത്? സിറിയയിൽ ഇസ്ലാമിക ഭരണമല്ലേ? കശാപ്പുകാരനായ ബാഷർ അൽ അസദ് അല്ലേ അവിടെ ഭരിച്ചിരുന്നത്? അയാളുടെ പിതാവ് ഹാഫിസ് ആയിരുന്നാലും കശാപ്പുകാരന്മാരുടെ രാജാക്കന്മാരല്ലേ സിറിയ ഭരിച്ചിരുന്നത്? ഇപ്പോഴും സിറിയ ഇസ്ലാമിക രാജ്യം തന്നെയല്ലേ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്നിട്ടും എന്തുകൊണ്ടാണ് കാക്കാമാർ തന്നെ അവിടെ നിന്ന് അഭയാർത്ഥികളായി നിങ്ങൾ എന്തിനാ ക്രിസ്ത്യാനികളുടെ രാജ്യത്തേക്ക് പോകുന്നത്? നിങ്ങൾ എന്തിനാ ജൂതന്മാരുടെ രാജ്യത്തേക്ക് പോകുന്നത്? ബഹുദൈവാരാധകരായ പടച്ചോൻ ശപിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്ത, പടച്ചോൻ കോപിച്ച ഈ വിഭാഗത്തിന്റെ അടുത്തേക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പോകേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? സിറിയയിലെ അധികാരത്തിലെത്തിയ പുതിയ സർക്കാർ രാജ്യത്തിന്റെ കെട്ടുറപ്പ് ഭംഗിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിദേശകാര്യമന്ത്രിയും സംഘവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് പര്യടനം നടത്തിയിരുന്നു. ആദ്യം ഒരു രാജ്യത്ത് ഭരണം ഏറ്റ ഉടനെ തന്നെ അയൽവാസി ബന്ധങ്ങളൊക്കെ ഒന്ന് ശക്തമാക്കണ്ടേ, അവരുമൊക്കെ ആയിട്ട് ഐക്യപ്പെടണ്ടേ, പല കരാറുകളും ഒപ്പിക്കണ്ടേ. പഴയ രാജാവിന് എന്താണോ എവിടെയാണോ പിഴച്ചത് അത് ശരിയാക്കാൻ ഒരു ബാധ്യതയുണ്ടല്ലോ പുതിയ രാജാവിന്. ശരി, അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു. എന്നിട്ട് അവര് പശ്ചിമേഷ്യയിലെ മറ്റു പ്രധാന രാജ്യങ്ങളും സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് മാത്രം പോരല്ലോ, മറ്റൊരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് അവരുടെ നിയമങ്ങളൊക്കെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കി. ഞാൻ പഴയ ആളെ പോലെയൊന്നുമല്ല, ഞാൻ നല്ല പുരോഗമനവാദിയാണ്, ഞാൻ ഭയങ്കര മതരഹിതനാണ്, മതേതരനാണ്, നിങ്ങളുടെ മതത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് സ്ഥാപിച്ചെടുക്കണ്ടേ. പുതിയ സിറിയയെ കെട്ടിപ്പടുക്കാൻ സഹായിക്കണമെന്ന് എല്ലാ രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് ഭരണകൂടം. കാരണം അയൽവാസികള് വളരെ നല്ല സൗഹൃദപരമായ ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ ഏതൊരാൾക്കും അവിടെ സമാധാനവും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സിറിയയെ പുതിയ രൂപത്തിൽ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകുമല്ലോ അല്ലേ? അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചത്. സമ്പന്നരായ GCC രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഗൾഫ് കൺട്രീസിന്റെ സഹായം ഇവർക്ക് കൂടിയേ തീരൂ. സിറിയ ആയിരുന്നാലും ഇറാഖ് ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ അവരോട് എന്ത് പ്രശ്നമാണുള്ളത്? തീർച്ചയായിട്ടും അവരുടെയൊക്കെ സഹായം ഉണ്ടാകും. ഉപരോധം പിൻവലിക്കണം എന്ന സിറിയയുടെ ആവശ്യം അമേരിക്ക ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഓരോ രാജ്യങ്ങളോടും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചില നിബന്ധനകൾ ഏർപ്പാട് ചെയ്യും. അതുവരെ നൽകിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും റദ്ദ് ചെയ്യും, ഉപരോധം ഏർപ്പെടുത്തും. തൊട്ടു പിന്നാലെ ഖത്തറും തുർക്കിയും സിറിയയെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകി. കാരണം എല്ലാവരും പരലോകത്തിലേക്ക് ഒരുമിച്ച് അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂട്ടണ്ടേ. വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കപ്പൽ സിറിയയിലേക്ക് അയക്കാനാണ് ഖത്തറിന്റെയും തുർക്കിയുടെയും തീരുമാനം. രണ്ട് രാജ്യങ്ങളും ഓരോ കപ്പൽ വീതം അയക്കാൻ സന്നദ്ധത അറിയിച്ചു എന്നാണ് സിറിയയിലെ വൈദ്യുതി വകുപ്പ് ഡയറക്ടർ ജനറൽ ഖാലിദ് അബൂദായി പറഞ്ഞത്. 800 മെഗാവാട്ട് വൈദ്യുതിയാണ് രണ്ട് കപ്പലുകളിലായിട്ട് എത്തുന്നത്. 2011 മുതൽ ആഭ്യന്തര യുദ്ധത്തിലായിരുന്നു സിറിയ. അമേരിക്ക, റഷ്യ, മറ്റ് സായുധ സംഘങ്ങൾ, ഇസ്രായേൽ എന്നിവരെല്ലാം കരുത്ത് കാണിക്കാൻ നോക്കിയതോടുകൂടി സിറിയ പൂർണ്ണമായും തകർന്നു. കാരണം സിറിയയിൽ ആ രൂപത്തിൽ ഒരു ഭരണമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയും റഷ്യയും ഒക്കെ ഒരുമിച്ച് നിന്നത്, പ്രത്യേകിച്ച് ഇസ്രായേൽ. കാരണം ISIS ആയിരുന്നു സിറിയയില് തഴച്ചു വളർന്നത്. അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചപ്പോൾ, ഒത്തുപിടിച്ചാൽ മലയും പോലും എല്ലാവരും ഒരുമിച്ച് പിടിച്ചപ്പോൾ സിറിയ എന്ന മല തകർന്ന് തരിപ്പണമായി. 13 വർഷത്തിനിടയിൽ സിറിയയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം താറുമാറായി. പല ഭാഗങ്ങളിലും വൈദ്യുതിയില്ല. മിക്ക പ്രദേശങ്ങളിലും 3 മണിക്കൂർ മാത്രമാണ് വൈദ്യുതി ലഭിക്കുന്നത്. 2 മാസത്തിനകം 8 മണിക്കൂർ വൈദ്യുതി ഉറപ്പാക്കുമെന്നാണ് പുതിയ സർക്കാരിന്റെ വാഗ്ദാനം. രാജ്യത്തിന്റെ വികസനത്തെക്കാൾ ഏറെ ഇവർ മുൻതൂക്കം നൽകിയിരുന്നത് കൂടുതൽ ആളുകളെ ശത്രുക്കളാക്കാനാണ്.
കൂടുതൽ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള യുദ്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കാനാണ്. രാജ്യത്തിന്റെ വികസനവും പുരോഗതിയും രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയും സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പും ഒന്നുമായിരുന്നില്ല പ്രശ്നം. ഇത് തന്നെയാണ് പലസ്തീന്റെയും പ്രശ്നം. വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് സിറിയ ഖത്തറിനോടും തുർക്കിയോടും ആവശ്യപ്പെട്ടിരുന്നു. രണ്ട് രാജ്യങ്ങളും ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണ് കപ്പൽ സിറിയയിലെത്തുക എന്നത് വ്യക്തമല്ല. സിറിയയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം മറ്റ് GCC രാജ്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ സിറിയക്കെതിരായിട്ടുള്ള ഉപരോധം അമേരിക്ക പിൻവലിക്കാമെന്നും പറഞ്ഞു. മാനുഷിക സഹായങ്ങൾ സിറിയയിൽ എത്തുന്നതിന് ഇനി തടസ്സമില്ല. പുതിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനാണ് 6 മാസത്തേക്ക് ഇളവ് അനുവദിച്ചിട്ടുള്ളത്. പ്രതിരോധം പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ല. ഉപരോധം. സാഹചര്യങ്ങൾ അവലോകനം ചെയ്ത ശേഷം 6 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിക്കുന്നത്. എന്നാൽ സൗദി അറേബ്യയുമായും UAEയുമായും വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ സിറിയ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ റഷ്യയ്ക്കും ഇറാനും സിറിയയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ സൗദിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. സിറിയയുമായി അകലുന്നതോടെ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് സഹായം എത്തിക്കുന്നതിന് ഇറാൻ വെല്ലുവിളി നേരിടുമെന്നാണ് അറിയുന്നത്. സിറിയയെ പോലെ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക തീവ്രവാദം കൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ISIS പോലെയുള്ള ഇസ്ലാം മത തീവ്രവാദികൾ എങ്ങനെയാണ് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം അവിടെ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് റിസർച്ച് ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യൂറോപ്പില്, ഫ്രാൻസില്, ഇറ്റലിയില്, ജർമ്മനിയില്, സ്വീഡനില്, അമേരിക്കയില്, ഈജിപ്തില്, ഏത് രാജ്യങ്ങൾ എടുത്താലും ശരി അവിടെയൊക്കെ അഭയാർത്ഥികളായിട്ടുള്ളത് നല്ലൊരു ശതമാനം സിറിയക്കാരാണ്. മുസ്ലിങ്ങളാണ് അഭയാർത്ഥികളാക്കപ്പെടുന്നത്. എന്തേ കാരണം? ഏതൊരു രാജ്യത്തും ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കണ്ടേ? ഇപ്പൊ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇവിടത്തെ മതേതരത്വം തകർത്ത് ഈ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ്. അതിനിവർക്ക് ഫണ്ട് കൊടുക്കുന്നതും ഇവരെ എൻകറേജ് ചെയ്യുന്നതും ഇവർക്ക് വേണ്ടുന്ന എല്ലാ ടൂൾസും, ക്ലാസുകൾ, ക്ലസ്റ്ററുകൾ, കോച്ചിങ്ങുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകളാണ്. കോയമ്പത്തൂര് കുക്കറോടുകൂടി ബോംബ്. കോയമ്പത്തൂരിൽ സംഘമേശ്വര ക്ഷേത്രത്തിൽ ബോംബ്. രാമേശ്വരം കഫേ. എന്താ സംഭവിച്ചത്? മംഗലാപുരം. ഇതിലൊക്കെ ISISന്റെ പങ്കില്ലേ? ഇല്ലേ? അപ്പൊ ആഗോള തീവ്രവാദം പ്രചരിപ്പിച്ചാൽ നമ്മൾ പിന്നെ അതിൽ തന്നെയല്ലേ കൊയ്തെടുക്കും. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തെടുത്തിരിക്കും.